അപ്പോൾ ഈ ഡ്രിങ്ക് യൂറിക് ആസിഡും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണും ഉള്ളവർക്ക് മാത്രമല്ല ഇല്ലാത്തവർക്കും ഇടയ്ക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനും ജോയിന്റ് പെയിൻസ് കാര്യങ്ങൾ വരാതിരിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. യൂറിക് ആസിഡും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണും വന്നവർക്കറിയാം അതിൻ്റെ വേദനയും അസ്വസ്ഥതയും എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള യൂറിക് ആസിഡും അതുപോലെ കിഡ്നി സ്റ്റോണും ഉള്ളവർക്കും അതുപോലെ വരാൻ ചാൻസ് ഉള്ളവർക്കും ഇപ്പോൾ നേരത്തെ വന്നത് മാറിയിട്ടുള്ളവർക്കും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു അടിപൊളി ജ്യൂസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് യൂറിക് ആസിഡും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണും തടയാൻ മാത്രമല്ല മുതിർന്നവരിലും അതുപോലെ കുട്ടികളിലും ഒക്കെ കാണുന്ന വിളർച്ച, പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ കാണുന്ന വിളർച്ച, ഇതൊക്കെ തടയാനായിട്ടും നമുക്ക് ഈ ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, വീഡിയോ കാണാനും സാധിക്കും. വാഴയുടെ എല്ലാ ഭാഗങ്ങളും പോഷക സമ്പുഷ്ടവും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതുമാണ്. വാഴപ്പിണ്ടി നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനായിട്ട്, നമ്മുടെ ശരീരത്തെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഗുണങ്ങളുള്ളതാണ്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർക്കും വാഴപ്പിണ്ടി വളരെ നല്ലതാണ്. വാഴത്തട മുറിച്ച് അതിൻ്റെ ഉള്ളിലെ വാഴപ്പിണ്ടി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു കഷ്ണം വാഴപ്പിണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. വാഴപ്പിണ്ടിയിൽ ധാരാളം നാരുകളുണ്ട്. അപ്പോൾ കുറച്ച് നാരുകൾ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചുറ്റി കളയാറുണ്ട്. സാധാരണ കറി വെക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് ചെയ്ത് വരുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ആ ടേസ്റ്റ് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ടും ഈ രീതിയിൽ നാരുകളൊക്കെ ഒന്ന് ചുറ്റി കളയുമ്പോൾ സാധിക്കും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും ചെയ്യാം. കാര്യം ഇത് നമ്മൾ അരിച്ചെടുത്ത് ഉപയോഗിക്കാം, അരിക്കാതെ ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ നാരുകൾ കുറച്ച് റിമൂവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ വട്ടത്തിൽ അരിയുക, അതിനുശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇത് അരിയുന്നതിന് മുമ്പായിട്ട് തന്നെ വാഴപ്പിണ്ടി ഒന്ന് കഴുകി എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾ കാര്യങ്ങളുള്ളവർ അരിക്കാതെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇത് കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചൊരു ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഈ ഒരു ജ്യൂസ് നമ്മുടെ ഹൃദയത്തിനും വളരെ നല്ലതാണ്. BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ദോഷകരമായിട്ടുള്ള മിനറൽസൊക്കെ ശരീരകോശങ്ങൾക്കുള്ളിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്നതാണ് നമ്മുടെ ജോയിൻറ്റ് പെയിൻസും യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ അതിനെയെല്ലാം അലിയിച്ച് കളയാനായിട്ട് ഈ ഒരു ജ്യൂസിന് സാധിക്കുന്നുണ്ട്. വാഴപ്പിണ്ടിയുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് മൂത്രനാളിയിലെ അണുബാധ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത, വേദന ഇതൊക്കെ കുറയ്ക്കാനായിട്ടും മാറ്റിയെടുക്കാനായിട്ടും വളരെ നല്ലൊരു ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല്, കിഡ്നിയിൽ കല്ലെന്നൊക്കെ പറയാറില്ല, അതിൻ്റെ വേദനകൾ അതൊക്കെ അലിയിച്ച് കളയാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് വാഴപ്പിണ്ടി. ഇത് റെഗുലറായിട്ട് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല ഗുണം ചെയ്യും. അതുപോലെ ഹിമോഗ്ലോബിൻ കുറവാണെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർക്കും ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. കൊളസ്ട്രോളും BPയും ഒക്കെ കൂടുതലായിട്ട് നിൽക്കുന്നവർക്കും അതൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വാഴപ്പിണ്ടി ജ്യൂസ്. നമ്മളിവിടെ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടിയും അതേപോലെ തന്നെ ഒരു 1/2 ഗ്ലാസോളം വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് 1 സ്പൂൺ നാരങ്ങാ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങാ നീര് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇപ്പോൾ പ്രഷറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പും അതുപോലെ തന്നെ ഒരല്പം ഇഞ്ചി നീരൊക്കെ ചേർക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന്. അതനുസരിച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഞാനിവിടെ 1 സ്പൂൺ തേനാണ് ചേർക്കുന്നത് കേട്ടോ. ചെറുതേനുണ്ടെങ്കിൽ ചെറുതേൻ ചേർക്കുന്നതാണ് കൂടുതലും നല്ലത്. ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങളുള്ളവർ തേൻ ഒഴിവാക്കുക. അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ടേസ്റ്റിനായിട്ട്, അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതിയാകും. എന്നിട്ട് തേൻ നന്നായിട്ട് അലിയത്തക്ക വിധത്തിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കിടിലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുടിക്കാനൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും കുടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാനിത് കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ കുടിച്ചിട്ട് പറഞ്ഞുതരാം.
ഇത് വാഴപ്പിണ്ടി ജ്യൂസ് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചൊരു ബെറ്റർ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. കാരണം നമ്മളതിൻ്റെ നാല് പോലുള്ള ഭാഗം കളഞ്ഞുകൊണ്ട് കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുടിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടും കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ കൽക്കണ്ടം ആഡ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കിത് തോരൻ വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇത് ചെല്ലുന്നത് ഒത്തിരി നല്ലതാണ്. ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമെന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ആ രീതിയിൽ കഴിക്കാം. അങ്ങനെ ഞാനിത് കുടിച്ച് തീർത്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആമാശയം, അന്നനാളം എന്നിവയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ്. നമ്മുടെ കുടലിൽ ഒരു ചൂല് പോലെ ഇത് പ്രവർത്തിക്കും. ആവശ്യമില്ലാത്ത ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. മലബന്ധം, പൈൽസ് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കും ഇത് നല്ലൊരു ഡ്രിങ്കാണ്. ഒരാഴ്ച നമ്മളിത് ഉപയോഗിക്കുമ്പോൾ തന്നെ യൂറിക് ആസിഡിൻ്റെ പെയിനും കാര്യങ്ങളും എല്ലാം മാറി കിട്ടുന്നതാണ്. യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് വാഴപ്പിണ്ടി കിട്ടാനില്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനെക്കുറിച്ചുള്ള ആ വീഡിയോയുടെ ലിങ്ക് തരാം. മൂത്രത്തിൽ കല്ലിനും മൂത്രത്തിൽ പഴുപ്പിനും ഒക്കെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നത് വരെ റെഗുലറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡ്രിങ്കാണിത്. പൊട്ടാസ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലുള്ളവരൊഴികെ ബാക്കി എല്ലാവർക്കും ഇത് സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ, എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ ജ്യൂസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.